ഇന്നത്തെ യാത്ര ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ചൊക്കന എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടകര വില്ലേജിൽ ഏകദേശം വെള്ളിക്കുളങ്ങരയ്ക്ക് അടുത്താണ് ഈ ചൊക്കന സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ യാത്ര ഏകദേശം ചൊക്കനയ്ക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടം വരെ വണ്ടി പോകുള്ളൂ. ഇവിടത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോകണം. നടന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ചൊക്കനയുള്ള ആട്ടുപാലം കാണാൻ പറ്റും. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആട്ടുപാലം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ പഴക്കണ്ട ആട്ടുപാലത്തിന്. ഈ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലം മെയിനായിട്ടും ഒരു നല്ലൊരു വില്ലേജ് ഏരിയ ആണ്. കൂടാതെ തന്നെ ഒരുപാട് റബ്ബറും തോട്ടങ്ങളും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തേയില തോട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഒക്കെ പോണത് റബ്ബറും തോട്ടത്തിലേക്കാണ്. നമ്മളത് കുണ്ടായി എസ്റ്റേറ്റ് ആണ്, അതായത് റബ്ബർ നഴ്സറി. ഇവിടെയാണ് റബ്ബർ നഴ്സറി ഉള്ളത്. ഇങ്ങനെയുള്ള 1-2 ഗേറ്റ് കടന്ന് വേണം നമ്മൾ നമ്മുടെ ആട്ടുപാലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ. ഇവിടെയൊക്കെ ഏകദേശം റബ്ബർ നഴ്സറിയുടെ ചെറിയ ചെറിയ അതിൻ്റെ തൈകളൊക്കെ കാണാം നമുക്ക് ചുറ്റും. ഇങ്ങനെയുള്ള ചെറിയൊരു വഴിയാണ്. നമ്മൾ നേരെ പോണത് ചെറിയൊരു പുഴയിലേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആനയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ലൈനിൽ വലിച്ചിട്ടാണ്, ലൈൻ കെട്ടിക്കാണ്. ഇപ്പോൾ ഷോക്കൊന്നുമില്ല. അത് വൈകുന്നേരം സമയത്തായിരിക്കും ചിലപ്പോൾ സപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ചെറിയൊരു ഗേറ്റ് തുറന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഏകദേശം നമ്മൾ ആട്ടുപാലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതാണ് ആട്ടുപാലം. നമ്മളിപ്പോൾ ഉള്ളത് ചൊക്കന ആട്ടുപാലത്തിലാണ്. ആട്ടുപാല നല്ല കാണുമ്പോൾ തന്നെ നല്ല പഴക്കമൊക്കെ കാണുന്നുണ്ട്. മുകളിൽ തകിടൊക്കെ വെച്ചിട്ട് ഉള്ള സെറ്റപ്പാണ്. ആദ്യം ഒന്ന് ചോദിച്ചോണ്ട് എൻ്റെ മുകളിൽ കൂടെ. പിന്നെ നീ പോവാൻ പറ്റില്ല, ആദ്യം ചോദിച്ചോട്ടെ നമുക്കിവിടെ യാത്ര ഉണ്ടോന്ന്. ഉറപ്പാണോ? സാധനം നീ വീഴുമ്പോ ഞാൻ ഉണ്ടെന്നോണ്ട് കാര്യമില്ലോ. സാധനം താഴെ നല്ല പാറയാണ്. ആടിക്കൊണ്ടിരിക്കാണ് ആട്ടുപാലം. ചൊക്കന വെള്ളിക്കുളങ്ങനാണ് ഈ ചൊക്കന ഉള്ളത്. ഏകദേശം ഒരു ചാലക്കുടിയിൽ നിന്ന് ഒരു 25 കിലോമീറ്ററാണ് ചൊക്കനേക്ക്. നല്ല രസമാണ്, നല്ലൊരു രസമായിട്ടുള്ള കാഴ്ചയാണ്. താഴത്ത് നല്ല വെള്ളം, ചെറിയ അരുവി. സംഭവം അടിപൊളിയായിട്ടാ. ഒരു വീക്കെൻഡിലൊക്കെ ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും ഒന്ന് സന്ദർശിച്ചു പോകാനുള്ള അടിപൊളി സെറ്റപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, പി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ചാലക്കുടിയിലുള്ള ചൊക്കന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ചൊക്കനയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ആട്ടുപാലം, പിന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരുപാട് പാലങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു പുഴയിലാണ്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള ചൊക്കന പുഴയിലാണ് നിൽക്കുന്നത്. ഈ ചൊക്കന പുഴയുടെ മുകളിലാണ് ഈ ആട്ടുപാലം ഉള്ളത്. ഈ ആട്ടുപാലം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ആട്ടുപാലത്തിൻ്റെ ആ സ്ഥിതിയൊക്കെ നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റും. കുറച്ച് ഇതൊക്കെ ദ്രവിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ദ്രവിച്ചു പോയതുകൊണ്ട് കുറച്ച് പിന്നെ ബുദ്ധിമുട്ടാണ് അതിൽ യാത്ര ചെയ്യാനൊക്കെ. എന്നാലും ഒരുപാട് ആൾക്കാർ വീക്കെൻഡ്സിലൊക്കെ വരാൻ പറ്റിയ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ചുറ്റും റബ്ബറും തോട്ടങ്ങളും പിന്നെ അതുപോലെയുള്ള നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ലൈറ്റൊന്നും അധികം കിട്ടില്ല, നല്ല റബ്ബറും തോട്ടങ്ങളൊക്കെ ഉള്ളത് കാരണം ലൈറ്റൊന്നും അധികം ഇല്ല. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊരു വീക്കെൻഡ്, ചാലക്കുടിക്കാർക്കൊരു വീക്കെൻഡ് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് ഈ ചൊക്കനയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം, കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. നല്ല തെളിഞ്ഞ തണുത്ത വെള്ളമാണ് ഇവിടെയുള്ളത്. കാരണം പുഴയിൽ നിന്ന് ഡയറക്റ്റ് ഒലിച്ചു വരുന്നുണ്ട്. നല്ല മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ടും നല്ല തെളിഞ്ഞ നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഉരുളം കല്ലുകളാണ്, വെള്ളാരം കല്ലുകളാണ്. ഒരുപാട് വെള്ളാരം കല്ലുകളുണ്ട്. പിന്നെ അവനോട് വെള്ളാരം കല്ല് പെറുക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അടിയിൽ നിന്ന് നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. അടിയിൽ നിന്നുള്ള വ്യൂ ഇതാണ്. പൊതുവേ നല്ല കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ സമയത്ത് രാവിലത്തെ സമയത്തൊക്കെയാണ് ഈ ഒരുപാട് റബ്ബർ വെട്ടുന്ന ആൾക്കാരൊക്കെ ഈ പാലത്തിലൂടെ നടന്നിട്ടാണ് അപ്പുറ സൈഡിലേക്ക് റബ്ബർ വെട്ടാൻ പോകുന്നതൊക്കെ. ഇപ്പോൾ പുലർച്ചെ സമയത്തൊക്കെ ആയിരിക്കും റബ്ബർ വെട്ടാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 മണി നേരത്താണ് നമ്മളിപ്പോൾ ചൊക്കനയിൽ ഈ ഒരു പുഴയിൽ നിന്നിട്ടുള്ള വീഡിയോ ചെയ്യണത്. ഈ സമയത്ത് തന്നെ ചെറിയൊരു ഇരുണ്ടൊരു കാലാവസ്ഥയാണ് നമുക്ക് ചുറ്റുള്ളത്. കൂടാതെ തന്നെ അതിമനോഹരമായിട്ടുള്ള കുറേ ചെടികളും ചുറ്റും കുറേ റബ്ബർ മരങ്ങളും ഒക്കെ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ചൊക്കന. പിന്നെ നോക്കിക്കോട്ടെ, ഈ വെള്ളം നല്ല മഴക്കാലത്തൊക്കെ നല്ല അത്യാവശ്യം ഹൈറ്റിലൊക്കെ വെള്ളം വരും. ഈ പാറയുടെ മുകളിലൊക്കെ വെള്ളം പോകും. പിന്നെ ഈ ആട്ടുപാലത്തിൻ്റെ മുകളിലൊന്നും കുറച്ച് കഴിഞ്ഞാൽ നല്ല സമയത്തൊന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല. ഏറ്റവും കൂടുതലുള്ളത് റബ്ബർ വെട്ടുന്ന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് താമസിക്കുന്നതും ഉള്ളതും.
അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരുപാട് റബ്ബർ മരങ്ങളും നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നിൽക്കുന്ന സ്ഥലം ഏകദേശം കാടിന്റെ ഏകദേശം നല്ലൊരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ. കാരണം അവിടെ നോക്കി ഒരു മരം കണ്ടില്ല. ഇന്ന് രാവിലെ വന്ന് ആന കുത്തിപ്പൊളിച്ചിട്ട സംഭവമാണ് കാണുന്നത്. ഇവിടെ ആന വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാണില്ലേ, ഇന്ന് രാവിലെ ആന വന്ന് കുത്തിപ്പൊളിച്ചിട്ടത്. ഇത് ആന വന്നിട്ട് ഇത്ര വലിയ മരം ഇങ്ങനെ വന്ന് സാധനം കുത്തിപ്പൊളിച്ചിടണമെങ്കിൽ ഓക്കെ. ഇതാണ് ആന വന്ന് കുത്തിപ്പൊളിച്ച സ്ഥലം. ഇന്ന് രാവിലെ ആണോ സംഭവമാണ്. ഇന്ന് രാവിലെ ഈ നിൽക്കുന്ന പൊസിഷനിലാണ് ഇന്ന് രാവിലെ കാട്ടാന വന്ന് കുത്തിപ്പൊളിച്ച്. നോക്കിയ മുകളിൽ കണ്ടില്ലേ, ഇതാണ് ഇത്ര ദൂരത്തിലെ സാധനം വലിച്ച് അടർത്തിയിട്ടാണ്. അപ്പോ ഈ സമയത്തൊക്കെ വരുമ്പോ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങണം. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു 5 മണി 6 മണിയൊക്കെ ആയി കഴിഞ്ഞാല് മൃഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്ന സ്ഥലമാണിത്. അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം നമ്മളിപ്പോ ഇവിടെ ആരുമില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ പോകാതിരിക്കും നല്ലത്. കാരണം മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടേക്ക് ഓടാന്നൊരു പിടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചൊക്കന ആട്ടുപാലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏകദേശത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോണ്. എല്ലാവർക്കും ടാറ്റ. അപ്പോൾ തിരിച്ച് നമ്മളിനി പോകാൻ പോണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് തന്നെയുള്ള കുണ്ടായി പാലമുണ്ട്. അത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലമാണ്. അപ്പോൾ ആ പാലം ഇവിടെ നല്ല രസമാണെന്ന് പറഞ്ഞു ആൾക്കാർ. വർഷങ്ങളായിട്ട് പഴക്കമുള്ള പാലമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളോട് അറിഞ്ഞിട്ട് നമുക്ക് ഈ ചൊക്കനയൊന്നും പോവാം. അപ്പോൾ കൂടുതൽ നിങ്ങൾ എന്തായാലും ഈ വെക്കേഷൻ സമയത്തും അല്ലെങ്കിൽ വീക്കെൻഡ് സമയത്തൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് ചൊക്കനയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരിക. എന്നിട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. ആട്ടുപാലം നല്ല രസമുള്ള ആട്ടുപാലമാണ്. അപ്പോൾ നമ്മുടെ ചൊക്കന ആട്ടുപാലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇതാണെന്ന് തോന്നുന്നു അവിടുത്തെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പ്. ചൊക്കന ബസ് സ്റ്റോപ്പാണ് ലാസ്റ്റത്തുള്ളത്. കള്ളത്തേരിയുടെ PG ബസ്സാണ് ഇവിടെ വന്ന് നടക്കുന്നത്. ഇന്ന് ഇവിടെ എന്തോ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഒന്ന് കണ്ടുനോക്കാം. എന്താണ് കളി എന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ കളി നടക്കട്ടെ. ഇനി അടുത്തായിട്ട് നമുക്ക് കുണ്ടായി ഇരുമ്പ് പാലത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. കുണ്ടായി ഇരുമ്പ് പാലത്തിലാണ്. ഇരുമ്പ് പാലത്തിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏകദേശം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയുന്നു. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിത പാലാണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഇതിന്റെ ബാക്കിൽ പുഴയാണ് നമ്മൾ കാണുന്നത്. നല്ല തെളിച്ചുള്ള അടിപൊളി പുഴയാണ്. കുറുമാലിപ്പുഴയുടെ കൈവഴിയാണിത്. ഒരുപാട് വർഷത്തെ പിന്നെ ഓർമ്മ വെച്ച കാലം മുതൽ ലോറികൾ പോയി അവിടെ തടി വെച്ചിട്ടുള്ള ലോറികൾ പോയിക്കൊണ്ടിരുന്നല്ലേ. പിന്നെ ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് വരെ ഇതിന്റെ മുകളിൽ കൂടെയൊക്കെ കൂപ്പിന്ന് ലോറി തടികൾ കൊണ്ടുവരുന്ന ലോറികൾ വരെ പോയതാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ഈ പാലം. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന് ഒരുപാട് ലോഡായപ്പോൾ ചെറിയൊരു ബലക്ഷയം സംഭവിച്ച് പാലത്തിന് ചെറിയൊരു ചെരിവുണ്ടായത് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർ. ആ ചെരിവുള്ളത് കൊണ്ട് പിന്നെ ലോറികളൊന്നും കടത്തി വേണ്ടായി. ബൈക്കുകളും കാറുകളൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ പോകും. പിന്നെ കൂടാതെ തന്നെ അതിന് മുന്നത്തെ വെള്ളപ്പൊക്കത്തിനൊക്കെ ഏകദേശം ഇത് നല്ല നിറഞ്ഞാണ് വെള്ളം പോയത്. ഇതിന്റെ അടിയിൽ ഈ ഒരു മുട്ടിയിലെന്ന് പറഞ്ഞ വെള്ളം പോയും. പിന്നെ കൂടാതെ തന്നെ ആ ഏരിയയിലും ഈ ഏരിയയിലൊക്കെ ഉള്ള വീടുകളൊക്കെ മുങ്ങുന്നതാണ് ആ ചേച്ചിമാർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു പാലത്തിന്റെ വിശേഷം. വർഷങ്ങൾ പഴക്കമുള്ള പാലാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് വന്നാൽ ലോറികൾ തടിവണ്ടിയൊക്കെ വന്ന് ഇടിച്ച് ഞളങ്ങിയതായിരിക്കണം. ഇവിടെയൊക്കെ ഞളക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല
നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഫുള്ള് ബിൽഡിങ് നല്ല അടിപൊളി സ്ട്രോങ് ആണ്. ഇതും ആ സൈഡൊക്കെ ഞളങ്ങിയിട്ടുണ്ട്, തടി കൊണ്ടിടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഈ കുണ്ടായി പാലത്തിന്റെ വിശേഷം. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ ചെറിയൊരു ട്രിപ്പായിരുന്നത് ചാലക്കുടി ഏരിയയിൽ തന്നെയുള്ള ചൊക്കന, കുണ്ടായി അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു ചായക്കട കണ്ടു. അപ്പോൾ അവിടെ ചായക്കടയിൽ കയറി നോക്കാം. ഏകദേശം ഒരു പണ്ടത്തെ കാലത്തൊക്കെ, കുറച്ച് മുമ്പത്തെ കാലത്തൊക്കെ ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ആ ഒരു കടയിൽ കിട്ടിയത്. നല്ല ചെറിയൊരു കട, അവിടെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ സംസാരിക്കുന്ന ആൾക്കാർ, നാട്ടുകാർ ഇങ്ങനെ വട്ടിട്ടിരുന്ന് സംസാരിക്കും. നമുക്ക് അവരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കാം എന്താണ് അവർ സംസാരിക്കുന്നതെന്നും അവരോടൊന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നോക്കാം നമുക്ക്. ഇത് കൊള്ളിക്കുന്നാണ് അറിയപ്പെടുന്നത്. കൊള്ളിക്കുന്ന് അറിയപ്പെടാൻ കാരണം പണ്ടൊരു പക്ഷിക്ഷാമം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആ കാലഘട്ടത്തിൽ തായ്ക്കണ്ടിയിലാണ് ഈ പ്രദേശമൊക്കെ ഇരിക്കുന്നത്, അതായത് എസ്റ്റേറ്റ്. അത് തായ്ക്ക് ആ മരം മുഴുവൻ കൊള്ളി നട്ടു. അപ്പോൾ അങ്ങനെ ആ തോട്ടത്തിലെ തൊഴിലാളികളുടെ ആ പക്ഷിക്ഷാമം ഒരു പരിഹരിച്ചു. അപ്പം അന്ന് മുതൽ നാട്ടുകാർ കൊള്ളിക്കുന്നെന്ന് പേര് വന്നു. പിന്നെ അതിന് മുമ്പ് എന്നിട്ട് ഒരു ഉണ്ടെന്ന് തോന്നുന്നത്, കുറിച്ച് എനിക്കറിയില്ല. ഇത് ചാലക്കുടിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? ചാലക്കുടിയിൽ നിന്ന് 20 കിലോമീറ്റർ. ഇവിടെ 20 കിലോമീറ്റർ. ഇവിടെ ഈ താമസിക്കുന്ന ഈ ഏരിയയിൽ, ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ ആരും ഇറങ്ങാറില്ല. ചിലപ്പോൾ അതിർത്തിയിലൊക്കെ വരും, ചിലപ്പോൾ ആ കുന്നിൻ്റെ സൈഡിലും, അപ്പുറം ആ കുന്നിൻ്റെ മുകളിൽ ഫോറസ്റ്റാണ്. ചിലപ്പോൾ ആ സൈഡിൽ വന്നിട്ട് ആളില്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ഒന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ആ മുകളിലൊക്കെ സൈഡിലൊക്കെ വന്നിട്ട് പോകും. കാരണം അതിനൊരു പ്രധാന കാരണം അങ്ങോട്ട് മാറിയ ഹാരിസിന്റെ എസ്റ്റേറ്റാണ്. ആള് താമസമില്ലാതെ ഇഷ്ടംപോലെ ആനയ്ക്ക് വിശാലമായിട്ട് നടക്കാം. അപ്പം അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ തേക്കൻ പ്ലാന്റേഷൻ ആയതുകൊണ്ട് അവിടെ ആനയ്ക്ക് കറങ്ങാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ആനയ്ക്ക് പറ്റിയ തീറ്റകൾ കുറവാണ്. തെങ്ങ് മറിക്കാവറൊക്കെ കുറവാണ്. പിന്നെ വാഴ കൃഷിയൊന്നും മറ്റു കൃഷികളൊക്കെ വളരെ കുറവല്ലേ. പുറത്തോട്ട് മാറിയാൽ വാഴയായി, തെങ്ങായി, അടയ്ക്കാറ്. ഇപ്പം ആനയൊക്കെ പുറത്തേക്കാണ്. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള മാനുണ്ട്, പന്നിയുണ്ട്, മയിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന മുതൽ അണ്ണാൻ വരെ ഇവിടെ ഉണ്ട്. എല്ലാ കൂട്ടമുണ്ട്. പുലിയുണ്ട്, പുലിയെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളീ പോകുന്ന റോഡില്ലേ, ഈ റോഡിലൊക്കെ പുലിയുണ്ട്. രാത്രിയിൽ വളച്ച് മിക്കവാറും അവർ നമ്മൾ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു വഴിയിൽ നിന്ന് മാറും. കാരണം മാർത്തരെന്ന് പറഞ്ഞാൽ അവർ പേടിക്കുന്ന മാറില്ല. നമ്മളിച്ചിരി വേഗത കൂട്ടി ചെന്നാൽ മാത്രമേ കാണുള്ളൂ. നമ്മൾ സാവകാശത്തിൽ പോയാൽ അപ്പോൾ അവരൊക്കെ മാറി പറയും. ഞാൻ ഒരിക്കലും കാണാൻ കാരണം ഞാൻ ഇന്ന് ഇത്തിരി സാധാരണ ഇത്തിരി കൂടിയ വേഗത്തിലായിരുന്നു. അപ്പം ചെല്ലുമ്പോൾ റോഡിൽ നിന്ന് ചാടി പോണത് കണ്ടു. അയ്യോ, ഉപദ്രവമൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഒന്നും ഒരു ജീവികൾ ആരും ഉപദ്രവിക്കാറില്ല. പിന്നെ ഇപ്പം 2-4 ദിവസം മുമ്പാണ് കണ്ടൊരു മാന വട്ടം ചാടി ഒരു ബൈക്കിൽ പയ്യന് ആക്സിഡന്റ് പറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ മാന ഈ പറയുന്ന ചെറുതായ പുതിയ എന്തെങ്കിലും കണ്ടിട്ട് പേടിച്ച് ഓടി വരുന്നതായിരിക്കും. അപ്പം ആ വരുന്ന സ്പീഡിൽ അങ്ങനെ ചാടിപ്പോകും. അപ്പം അങ്ങനെ പറ്റുന്ന, അല്ലാതെ ആരും ഉപദ്രവിക്കുന്നൊരു സംവിധാനം ഇവിടെ ഒന്നുമില്ല. പിന്നെ നേരത്തെ ഒരു പാലം കണ്ടു, കുണ്ടായി ഇരുമ്പ് പാലം. അതിനെ കുറിച്ച് കുണ്ടായി ഇരുമ്പ് പാലം, അത് കുണ്ടായി മാത്രമല്ല, ഇവിടെ ഈ പുഴയ്ക്ക് കുറുകയായിട്ടൊരു 6-7 പാലമുണ്ട്. ഇതൊക്കെ സായിപ്പന്മാരുണ്ടാക്കിയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ അന്നൊക്കെ ഈ പുഴയിൽ ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടേ പുഴ ഇറങ്ങിക്കിടക്കാൻ പറ്റുള്ളൂ. അതുപോലെ വെള്ളം ഉണ്ടാക്കും. അപ്പം അന്ന് അപ്പുറത്ത് പോയി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് പാല് കൊണ്ടുവരാനൊക്കെ സായിപ്പന്മാരുണ്ടാക്കിയ പാലങ്ങളാണ് കൂടുതൽ. ചിലതൊക്കെ ഇപ്പോൾ കേടുവന്ന് പോയിട്ടുണ്ട്. അപ്പം പണ്ട് ലോറികളും തടി കൂട്ടുന്ന ലോറിയൊക്കെ വന്നിട്ട് ആകെ ഇപ്പൊ ഇവിടുന്ന് ബലക്ഷയമായിരുന്നു. കാരണം ഇത് റിപ്പയറിംഗ് ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. കാരണം സായിപ്പെന്ന് പറഞ്ഞാൽ ലാഭത്തിനേക്കാൾ ഉപരിയായിട്ട് അവർ ചെയ്യുന്നൊരു പണി അത് വൃത്തിയായിരിക്കണം, വിലകളുണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ. ഇതിപ്പം മുകളിൽ ഇവിടെ കഴിഞ്ഞാൽ ഈ പണ്ട് സായിപ്പുണ്ടാക്കിയ റാമയുണ്ടല്ലോ, അപ്പോൾ അവിടെ ഈ തൊട്ട് മുകളിലൊരു കുട്ടിപ്പാലം എന്നും പറഞ്ഞൊരു പാലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് പൊന്നക്കുഴി പാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു കല്ല് ഇറങ്ങിയിട്ടില്ല. കാലം എത്രയായി ഇത് നിന്ന് പോയിട്ട്. റാംവേ എനിക്ക് തോന്നുന്നു 1901 സ്റ്റാർട്ട് ചെയ്തിട്ട് 7 തോന്നുന്നത് പ്രവർത്തനം. കാലഘട്ടത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അത്രയും പഴക്കമുള്ളത് പോലും കാര്യം അത് അവിടെ
ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സാധനം അടിച്ചു കളഞ്ഞ് ബ്രിട്ടീഷുകാരും നമ്മുടെ ഞങ്ങൾ ഇവിടെ ഈ കടയിൽ ഇത്തിരി ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ വിഷയം തന്നെയാണ്. കാരണം ബ്രിട്ടീഷുകാരാണെങ്കിൽ ഈ നാട് ഇത്ര നശിക്കാൻ സമ്മതിക്കില്ല. കാരണം നമ്മുടെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ സ്വന്തം കാര്യം സ്വന്തം പേര് എനിക്ക് എന്ത് നേട്ടം കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെയൊക്കെ. പക്ഷെ അത് എത്ര നാളെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഉണ്ടെങ്കിലല്ല അവർക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതങ്ങോട്ട് പറ്റൂല. ആനപ്പാമ്പൊന്നും കേട്ടിട്ടുണ്ട്. ആനപ്പാമ്പത്ത് 1ാം ബ്രേക്ക് 2ാം ബ്രേക്ക് എന്നാണ് ഇവിടെ ആൾക്കാർ അറിയപ്പെടുന്നത്. അതായത് നല്ലൊരു കയറ്റം മലയാണ്. ട്രെയിൻ അത് കയറി പോകും. നമ്മുടെ നാട്ടിൽ ട്രെയിൻ അങ്ങനെ മല കയറുന്ന ഒരു സംവിധാനമുണ്ട്. ഇല്ല, അവിടെ സായിപ്പത് ശരിയാക്കി. ഈ പ്രാമ്പെ തുടങ്ങണതല്ല. പ്രാമ്പെ ചാലക്കുടി വരുന്നതാ. ആ പ്രാമ്പെ പണ്ട് ട്രെയിൻ പോകോണ്ടിരുന്ന ആ വഴി പാളമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പോൾ റോഡാക്കിയിരിക്കുന്നത്. ആ ഇത് നമ്മൾ ഈ ഇങ്ങോട്ട് പോകുന്ന റോഡുണ്ടല്ലോ, വെള്ളിക്കുളങ്ങരയിൽ ഇങ്ങോട്ട് പോകുന്ന റോഡും അത് ട്രെയിൻ വന്നോണ്ടിരുന്ന പ്രാമ്പയാ. എന്നിട്ട് അത് കുറച്ച് ഇങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലെ അങ്ങോട്ടും മണ്ണ് വിട്ടിട്ടാത്തിരിക്കുന്ന അതിലെ അങ്ങനെ ഇങ്ങോട്ട് കടന്നിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ ഒരു ട്രെയിൻ താഴോട്ട് ഇറങ്ങി പോരുമ്പോൾ അതിൻ്റെ ആ ബെൽറ്റിലാണ് മറ്റേ ട്രെയിൻ മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പം മുകളിൽ നിന്ന് വരുന്ന ട്രെയിൻ അവിടെ കിടക്കും, താഴെ നിന്ന് വരുന്ന ട്രെയിൻ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ താഴെ നിന്ന് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ മറ്റേ ട്രെയിൻ റോഡുമായിട്ട് വരുന്നത് നോക്കി എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ബാലൻസ് ചെയ്തിട്ട് അതിന്റെ ബലത്തിലാണ് ഇത് മുകളിൽ കയറുന്നത്. അങ്ങനെ അത് തമിഴ്നാട്ടിൽ അങ്ങനെ അറ്റം വരെ പോയി. നല്ല തടികളൊക്കെ അവർ വെട്ടിക്കൊണ്ട് പോയി. അത് സത്യചന്ദനം ഉൾപ്പെടെ മരങ്ങളൊക്കെ അവർ കൊണ്ടുപോയി കടത്തി. പക്ഷെ എന്താണെങ്കിലും ആ ഇന്നും കാട്ടിലെ സ്ഥലത്തിലൊക്കെ അതിന്റെ അവശേഷങ്ങളൊക്കെ കാണാനുണ്ട്. അടുത്ത വീഡിയോയിൽ കുറച്ച് ഫോർമാലിറ്റി. അപ്പോൾ താങ്ക്സ് ചേട്ടാ, നന്നായി